ഇന്ത്യക്ക് T20 ലോകകപ്പ് കിരീടം ലഭിച്ചിട്ട് 2 മാസമായതേയുള്ളൂ. സഞ്ജു സാംസൺ ഹീറോ ആയ ജസ്പ്രീത് ബുംറ തുറുപ്പ് ചീട്ടായ T20 ലോകകപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 2ാം T20 കിരീടമായിരുന്നു. അതിനുശേഷം പിന്നീട് IPL ആരംഭിക്കുകയായി. T20 ലോകകപ്പിൽ തിളങ്ങിയ പല താരങ്ങളും വലിയ ഫ്ലോപ്പായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ IPL കണ്ടത്. ചെന്നൈയിലേക്ക് മാറിയെത്തിയ സഞ്ജു സാംസൺ പോലും ഈ സീസണിൽ വെറും 4 മത്സരങ്ങളിൽ മാത്രമാണ് കാര്യമായി തിളങ്ങിയത്. ജസ്പ്രീത് ബുംറയ്ക്ക് ലഭിച്ചതാവട്ടെ വിരലിലെണ്ണാവുന്ന വിക്കറ്റുകൾ മാത്രമാണ് ഈ IPL-ൽ. ലോകകപ്പിലെ ഫോമിലില്ലാതിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണെങ്കിൽ തൻ്റെ ഫ്ലോപ്പ് ഷോ തുടരുന്ന കാഴ്ചയാണ് മുംബൈ ഇന്ത്യൻസിൽ നമ്മൾ കണ്ടത്. ഹർദിക്കും തിലകും കൂടി ഫോം ഔട്ട് ആയതോടുകൂടി പ്ലേ ഓഫിലേക്ക് പോലും കയറാനാവാതെ മുംബൈ ഇന്ത്യൻസ് നാണം കെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അർഷദീപ് ചില മത്സരങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ മത്സരങ്ങളിലും മങ്ങിയ ഫോമിലായിരുന്നു. അക്സർ പട്ടേൽ ആവട്ടെ ക്യാപ്റ്റൻ എന്ന നിലയിലും ഓൾറൗണ്ടർ എന്ന നിലയിലും ശോഭകെട്ട ടൂർണമെൻ്റായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ IPL. വരുൺ ചക്രവർത്തി ആകട്ടെ പല മത്സരങ്ങളിലും പരിക്ക് കാരണം പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു. റിങ്കു സിംഗ് പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ചില മത്സരങ്ങളിൽ പ്രദർശിപ്പിച്ചെങ്കിലും ആദ്യ മത്സരങ്ങളിലെ ഫോമൗട്ട് കൊൽക്കത്തയുടെ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിലെ തോൽവികൾക്ക് നിർണായകമായി. കുറ്റം പറയരുതല്ലോ, അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമാണ് ഈ ടൂർണമെൻറ്റിൽ മികച്ച ഫോമിൽ കളിച്ച T20 ലോകകപ്പ് ടീം അംഗങ്ങൾ. ഇതിൽ അഭിഷേക് ശർമ്മയെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ലോകകപ്പിൽ വൻ ഫ്ലോപ്പായിരുന്ന അഭിഷേകിൻ്റെ അതിശക്തമായൊരു തിരിച്ചുവരവായിരുന്നു ഈ IPL-ൽ നമ്മൾ കണ്ടത്. ഇതിനകം ഈ IPL-ലെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ട് അഭിഷേക് ശർമ്മ. ഹൈദരാബാദിൻ്റെ കുതിപ്പിന് ചുക്കാൻ ആയവരാണ് ഈ അഭിഷേകും അതുപോലെ തന്നെ ഇഷാൻ കിഷനും. അവരുടെ ബാറ്റിംഗ് പ്രകടനം കഴിഞ്ഞതിന് മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രമുഖ കമാൻഡേറ്ററും കോച്ചുമൊക്കെയായ വസീം ജാഫർ വളരെ രസകരമായ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ICC T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകാൻ കഴിയാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ IPL-ൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ച ഒരു ബദൽ 11നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. IPL-ൽ ഇത്തവണ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി മിന്നുന്ന പ്രകടനം നടത്തിയവരാണ് അദ്ദേഹത്തിൻ്റെ ഈ 15-അംഗ സ്ക്വാഡിലുള്ളത്. എങ്കിലും ഈ ടീമിലും ചില അപ്രതീക്ഷിതമായ ഒഴിവാക്കലുകൾ ഉണ്ട്. ഉറപ്പായും ടീമിൽ ഉൾപ്പെടേണ്ട ചിലരെ അദ്ദേഹം മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ആ ഒഴിവാക്കപ്പെട്ടവർ ആരൊക്കെയെന്ന് നോക്കുമ്പോൾ ESPN ക്രിക്കിൻഫോയുമായി സംസാരിക്കവെയായിരുന്നു ജാഫറിൻ്റെ ഈ ഒരു ടീം സെലക്ഷൻ ഉണ്ടായത്. ഏറെക്കുറെ ഫോമിലുള്ള എല്ലാവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഗുജറാത്തിൻ്റെ ഓപ്പണർ സായ് സുദർശനെ താഴ്ന്നതാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ IPL-ൽ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പിൻ്റെ അവകാശിയാണ് സായ് സുദർശൻ. 14 മത്സരങ്ങളിൽ നിന്നും ഒരു സെഞ്ചുറിയും 7 50യും അടക്കം അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിൽ 5 50കൾ തുടർച്ചയായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിന്ന്. അതുപോലെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ കാർത്തിക് ത്യാഗി, ഷാക്കിബ് ഹുസൈൻ തുടങ്ങിയവർക്കും അദ്ദേഹത്തിൻ്റെ ഈ ടീമിൽ അവസരം ലഭിച്ചിട്ടില്ല. ഈ ടീമിൽ 3 ഓപ്പണേഴ്സിനെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് യശസ്വി ജയ്സ്വാളാണ്, മറ്റൊരാൾ ശുഭ്മാൻ ഗില്ലാണ്, പിന്നെയുള്ളത് വണ്ടർ കിഡ്, രാജസ്ഥാൻ്റെ വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശിയാണ്. 3 പേരും അദ്ദേഹത്തിൻ്റെ ഈ ടീമിലുണ്ട്. ഇവരൊക്കെയും ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഓപ്പണേഴ്സാണ്. GT-യിലെ ഓപ്പണിംഗ് പങ്കാളി കൂടിയായ സായിക്ക് തൊട്ടുതായ ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ലുണ്ട്. അതായത് ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് നായകനായ ശുഭ്മാൻ ഗിൽ. ഇതേ ശുഭ്മാൻ ഗില്ലാണ് T20 ലോകകപ്പിൽ അവസരം കിട്ടാതെ പോയ പ്രമുഖരിൽ ഒരാൾ. അദ്ദേഹത്തെ ആ സമയത്ത് ഒഴിവാക്കിയത് ചർച്ചയായത് നമ്മൾ കണ്ടതാണ്. പിന്നെയുള്ളത് 15-കാരനായ വൈഭവ് സൂര്യവംശി. രാജസ്ഥാൻ റോയൽസിനായി കൗമാര താരത്തിൻ്റെ സമ്പാദ്യം ഈ IPL സീസണിൽ 579 റൺസാണ്, 200-ന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ. യശസ്വി ജയ്സ്വാളിന് പക്ഷേ അത്ര മികച്ച പ്രകടനം ഈ IPL-ൽ നടത്താനായിട്ടില്ലെങ്കിലും ഇവരുടെ അത്രയും മികച്ച പ്രകടനം നടത്താനായിട്ടില്ലെങ്കിലും ജാഫറിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹവും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ബദൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ നമ്പർ 4 ബാറ്ററുമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ശ്രേയസ് അയ്യരെയാണ്. ശ്രേയസ് നമുക്കറിയാം, ആദ്യ പാദത്തിൽ പഞ്ചാബിന് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച താരമാണ്. പഞ്ചാബിനെ വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റനായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൻ്റെ നായകനായാൽ കൊള്ളാം എന്ന രീതിയിലുള്ള ചർച്ചകളും സജീവമായിരുന്നു. പക്ഷേ 2ാം പാദത്തിൽ അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെക്കുന്ന സീനുകളാണ് നമ്മൾ കണ്ടത്. പഞ്ചാബ് ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളും വ്യാപകമാണ്. ശ്രേയസിൻ്റെ ഫോമൗട്ടും ആ സമയത്ത് ചർച്ചയാണ്. എങ്കിലും ശ്രേയസിനെയാണ് ഈ ടീമിലെ നായകനായി ജാഫർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശ്രേയസ് കഴിഞ്ഞാൽ 5ാമൻ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റനായ രജത് പട്ടീദാറാണ്. ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് രജത് പട്ടീദാർ എന്ന് നമുക്കറിയാം. രജത് പട്ടീദാർ കഴിഞ്ഞാൽ ഈ 11-ലെ 6ാമൻ രാജസ്ഥാൻ റോയൽസ് വിക്കറ്റ് കീപ്പർ കൂടിയായ ധ്രുവ് ജുറേലാണ്.
മധ്യനിരയിലും ലോവർ ഓർഡറിലും കളിക്കാൻ കഴിയുമെന്നതിനാലാണ് KL രാഹുലിന് പകരം ജുറേലിനെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്ന് ജാഫർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സെലക്ഷനെ കുറിച്ച്. ടീമിലെ ഫിനിഷറായി ഡൽഹിയുടെ അശുതോഷ് ശർമ്മയാണ് അദ്ദേഹം ടീമിലെടുത്തിട്ടുള്ളത്. 6ാം സ്ഥാനത്തോ 7ോ ഏത് സാഹചര്യത്തിലും കളിക്കാൻ അശുതോഷിനാവുമെന്നും ജാഫർ നിരീക്ഷിക്കുന്നു. അത് ശരിയാണ് താനും. ഡൽഹിക്ക് വേണ്ടി ഒരുപാട് മികച്ച വിജയങ്ങൾ അവസാന ഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ട് നേടിക്കൊടുക്കാൻ അശുതോഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറൗണ്ടർമാരായി ഈ ടീമിൽ ഉൾപ്പെട്ടത് രാജസ്ഥാൻ റോയൽസിൻ്റെ കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നിതീഷ് കുമാർ റെഡ്ഡിയുമാണ്. രണ്ടുപേരും മികച്ച രീതിയിൽ ഈ IPL-ൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി വെറ്ററനായ യശ്വേന്ദ്ര ചാഹലിനൊപ്പം ഹർഷ് ദൂബെയാണ് ഈ ഒരു ബദൽ സ്ക്വാഡിൽ വസീം ജാഫർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 4 ഫാസ്റ്റ് ബോളർമാരും ഈ സ്ക്വാഡിൽ ഉൾപ്പെടുന്നു. ഒരാൾ ഇന്ത്യയുടെ വെറ്ററൻ പേസർ, അതുപോലെ തന്നെ ഈ IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയവരുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ള ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിൻ്റെ വെറ്ററൻ താരമായ ഭുവനേശ്വർ കുമാറാണ്. അതുപോലെ വെറ്ററൻ പേസ് ബോളറായ LSUയുടെ മുഹമ്മദ് ഷമിയെയും അദ്ദേഹം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രിൻസ് യാദവാണ്, അതിനൊപ്പം മൊഹസിൻ ഖാനെയും അദ്ദേഹം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാഫറുടെ ഇന്ത്യൻ ബദൽ T20 സ്ക്വാഡിൽ ഉൾപ്പെട്ടവർ ഇവരൊക്കെയാണ്: യശസ്വി ജയ്സ്വാൾ, രാജസ്ഥാൻ്റെ ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ഇന്ത്യയുടെ നായകൻ, അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ നായകൻ ശുഭ്മാൻ ഗിൽ, വൈഭവ് സൂര്യവംശി, ദ വണ്ടർ കിഡ്, അതിനൊപ്പം ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായി അദ്ദേഹം നിയമിച്ചിരിക്കുന്നു. രജത് പട്ടിദാർ, ധ്രുവ് ജുറേൽ, വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറേലാണ്, അശുതോഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, യശ്വേന്ദ്ര ചാഹൽ, ഹർഷ് ദൂബെ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, പ്രിൻസ് യാദവ്, മൊഹസിൻ ഖാൻ എന്നിവരാണ് വസീം ജാഫറിൻ്റെ ഈ ബദൽ 15-ൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും IPL-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് മികച്ച താരങ്ങൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവരൊക്കെയും അത്രത്തോളം ശോഭിക്കാത്ത ഒരു IPL-ആയിരുന്നു ഇത്. എങ്കിൽ കൂടിയും ഈ IPL-ൽ ഏറ്റവും മികച്ച രീതിയിൽ ശോഭിച്ച ഈ ഒരു 15 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വസീം ജാഫർ, ഇന്ത്യയുടെ മുൻ ഓപ്പണർ, കമൻറ്റേറ്റർ, അദ്ദേഹം ഈ ടീമിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്.